ഹലോ ഗായ്സ്, എല്ലാവർക്കും ഡി കൺസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് ജോസാം. കുറച്ച് നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നെ ചെയ്യാനാണ്. അത് കുറച്ച് നമ്മുടെ സിറ്റുവേഷൻസൊക്കെ ഇച്ചിരി ഡാർക്കായി പോയി. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിന്ന് ജീവിതത്തിൽ ചില ബന്ധങ്ങൾ തേടിയുള്ള യാത്രക്കിടയിൽ, പിന്നെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾക്കിടയിലും നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണാണ്. വാഗമണ്ണ് നമ്മുടെ ഒരു വാഗമണ്ണ് ചെറിയൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളിരിക്കുകയാണ്. എന്നാലും നമ്മുടെ യാത്രകൾക്കൊരു ഭംഗം വരുത്തരുതല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ ബാക്കി കാണുന്ന ലൊക്കേഷനൊക്കെ കണ്ടാൽ അറിയാം. ഇതുണ്ടല്ലോ, ഇഷ്ടംപോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്കി കൂടുതൽ വിവരങ്ങൾ ഞാൻ പതിയെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഡി കണക്സ് എന്ന യൂട്യൂബ് ചാനൽ വഴി ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണ് എന്നതിനെ പറ്റിയൊരു കണ്ടൻറ്റ്, അതൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അതായത് ഡി കണക്ട്സ് എന്ന് പറയുമ്പോൾ ഡി മീൻസ് ഡെഡിക്കേഷൻ. ഇന്നത്തെ ലോകത്ത് ആത്മാർത്ഥത എന്ന് പറഞ്ഞ സാധനം അത് എല്ലാവർക്കും ഒന്നുമില്ല, ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ആത്മാർത്ഥതയുള്ള കുറേ കൂട്ടുകാരെ കണ്ടെത്തുക, കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത്. അപ്പം ആത്മാർത്ഥതയുള്ള കുറേ കൂട്ടുകാരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്രകളിലൂടെ പല ബന്ധങ്ങളെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതുവഴി നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ, അതായത് നല്ല കാര്യങ്ങൾ, അലമ്പല്ല, ഐ മീൻ ഡ്രഗ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട. അതായത് ഇപ്പം ബന്ധങ്ങളില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന അനേകം മനുഷ്യർ ഈ ലോകത്തുണ്ടല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതായത് സഹായം, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടല്ല, ഒരു ചാരിറ്റബിൾ, അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ, അത് കാര്യങ്ങൾ നടത്താൻ. ഇപ്പോൾ ഫണ്ട് തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ബട്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സമയം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വയനാടിൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ, അതിപ്പോൾ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്തും ഉണ്ടായെങ്കിലും പിന്നീട് ആ വയനാടിനെ കൈപിടിച്ചുയർത്തുക. അതിപ്പോൾ ഞാനൊരു റീല് കണ്ടു, നമ്മുടെ ഒരു തുണിക്കടയിലെ ഒരു ചേട്ടൻ, അത് ചെറിയ തുണിക്കട, ആ തുണിക്കടയിലൊരു ചേട്ടൻ ആ തുണിക്കടയിൽ സകലമായ സാധനം കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് അതെല്ലാം കൊണ്ടു കൊടുക്കുക. അങ്ങനെ മനസ്സുള്ള കുറേ ആളുകളുണ്ടല്ലോ, ആ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ തുടരുക. പിന്നെ അതുപോലെ നമുക്ക് കുറേ മ്യൂസിക് പ്രോഗ്രാംസ്, ഞാൻ അത്യാവശ്യം മ്യൂസിക് വലിയ അറിവില്ല എങ്കിലും നമ്മളുള്ള അറിവ് വെച്ച് അത്യാവശ്യം മ്യൂസിക്കൊക്കെ ചെയ്യുക. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ബാൻഡ് വഴി ഉണ്ടാകുന്ന വരുമാനം ചാരിറ്റിക്കും, പിന്നെ ഈ പഠിക്കുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ഒട്ടും ഇതില്ലാത്ത, അതായത് ഫിനാൻഷ്യലി വളരെ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന അവരെയൊക്കെ സഹായിക്കുക, അങ്ങനെ ഓരോ വർക്കുകൾ ചെയ്യുക. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. ഡി കണക്ട്സ്. അപ്പോൾ കണക്ട്സ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ വില. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഐ ഡിയും കൂടെ ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഡൊണാൾഡ് ജോ എന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ഫേസ്ബുക്കിൽ ഡൊണാൾഡ് ജോസ് സാം എന്നും കൂടെ ഉണ്ട്. അപ്പം ഈ രണ്ട് അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്തതിന് ചെയ്യുക. എന്നിട്ട് ബാക്കി കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ അതിനകത്ത് തന്നെ ലൈവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കും. പിന്നെ ഇത് യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി യൂട്യൂബിൽ നമുക്ക് ഇത് അതിനകത്ത് നിന്ന് റവന്യൂ കിട്ടുവാണെങ്കിൽ നമുക്ക് അതും കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ കുറേ കാര്യങ്ങൾ വഴി നമുക്ക് കാര്യങ്ങൾ ഡീലാക്കാമെന്നാണ് ഞാൻ ഈ ചാനൽ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തേലും ഇപ്പോൾ നമ്മുടെ വർക്കുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അങ്ങനെ നമുക്ക് ബന്ധപ്പെടാൻ ഇന്നത്തെ കാലത്ത് പഴയ പോലെ അല്ല, ഓൺലൈൻ മീഡിയാസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കാം. പിന്നെ യൂട്യൂബ് ചാനലിലെ കണ്ടൻറ്റ്, അത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ട്രാവലിംഗ് ചെയ്യുന്ന വഴി നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെയല്ല, വിത്ത് മ്യൂസിക് ആൻഡ് കുറച്ച് ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താം. പിന്നെ അങ്ങനെ നമ്മുടെ എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ല, ചില കാര്യങ്ങൾ, അതായത് നല്ല ബെറ്ററായ ചില നിമിഷങ്ങൾ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ ഈ യൂട്യൂബ് ചാനൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പാരലൈസ്ഡായിട്ട്, അതായത് വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ബട്ട് അത് മാത്രമല്ല, അവർക്കിപ്പോൾ ഇന്ന സ്ഥലത്ത് പോകണമെന്നൊരാഗ്രഹം തോന്നി, പോകാൻ പറ്റിയില്ല, ഓക്കെ, എങ്കിൽ അവർക്ക് ആ ഒരു വൈബൊന്ന് ആസ്വദിക്കാൻ, അതല്ലെങ്കിൽ ആസ്വദിക്കാൻ അങ്ങനെ കഴിയുന്നവർക്ക് ഒരു സഹായമാകട്ടെ എന്നും കൂടി കരുതിയാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വ്ളോഗിങ് തുടങ്ങാമെന്ന് ആലോചിച്ചത്. അപ്പോൾ പണ്ട് നമുക്കൊരു ചാനലുണ്ടായിരുന്നു ഡീക്രൂ, അതിന് 346 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അത് 10K വ്യൂസൊക്കെ, അതായത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രം ആ ചാനൽ പൂട്ടിപ്പോയില്ല. ചാനൽ ഇപ്പോഴും ഉണ്ടാകുന്നത് നമുക്ക് റിന്യൂ ചെയ്തെടുക്കാമെന്നുള്ളൂ. അപ്പം എന്നാലും അത് ജസ്റ്റൊരു കോമഡിക്ക് വേണ്ടി മാത്രമുള്ളൊരു സെറ്റപ്പായി മാറുന്നത് കൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ
നമ്മൾ കുറച്ചുകൂടി പക്വതയായിരുന്നു, അതായത് കാര്യപൂർവമായി കാര്യങ്ങൾ ഡീൽ ചെയ്യാന്നുള്ള സെറ്റപ്പിൽ നമുക്ക് ഒരു ചാനൽ തുടങ്ങിയത്. അപ്പം എല്ലാവരും തുടർന്നുള്ള സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിലും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കും. അതിനുള്ള വർക്കുകളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും എല്ലാവരും എല്ലാ വീഡിയോസും മുടങ്ങാണ്ട് കാണണം, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം. ബൈ ഫ്രം ഡി ക്രൂ ആൻഡ് ഡി കണക്ട്സ്. ഡി ക്രൂമായി പഴയ ചാനലുണ്ട്, സോറി. അപ്പോൾ ഡി കണക്ട്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോസിലേക്ക്, പുതിയ വൈബ്സിലേക്ക്, യാത്രകളിലേക്ക്, പിന്നെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പൈസ നമുക്ക് എങ്ങനെയും അറേഞ്ച് ചെയ്യാം. ഓക്കെ, യാത്ര ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ട് യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറേ പേരുണ്ടാവില്ല. അതിപ്പോൾ ഒരു സ്ഥലത്ത് എത്താൻ പറഞ്ഞാൽ അവിടെ എത്തുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വ്ലോഗ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമില്ല, വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയ ഒന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മളെ അറിയിക്കാം. നമ്മളത് വൈറലാക്കി തരാനുള്ള പരിപാടികൾ, കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള ബന്ധങ്ങൾ നമ്മളിപ്പോൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കാണുക. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഒരു വ്യൂ കൂടെ കാണിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം നിർത്താം. അതായത് ബാക്കിയുണ്ടോ, ഇത് സൈഡുണ്ടോ, ഈ സൈഡ് വാഗമണ്ണിലെ നമ്മൾ അധികം ആരും കാണാത്ത സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ വാഗമണ്ണാണുള്ളത്. അപ്പോൾ വാഗമണ്ണിലെ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ ഒരു ടവർ കാണാമല്ലോ, ആ ടവറിൻ്റെ അത്. അപ്പോൾ ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ ഇനിയിപ്പോൾ വൈകുന്നേരമായി, അപ്പം നേരമൊക്കെ അധികം വൈകാറായി. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവിടെ അധികം ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പകൽ വീഡിയോ, അതായത് നല്ലൊരു വൈബുള്ള കോടമഞ്ഞുള്ള വീഡിയോ, കോടമഞ്ഞില്ലാത്ത വീഡിയോ, അങ്ങനെ എത്ര വേണം വീഡിയോ നമ്മൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും സഹകരണം ഉണ്ടാവണം. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.